ഞാൻ നിങ്ങളോട് ഒരു ചിന്ത പറയട്ടെ. ശിക്ഷിക്കുന്നതിൽ സാവധാനവും ക്ഷമിക്കുന്നതിൽ വേഗതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു പട്ടണത്തിൽ മോഷണം നടത്തിയാൽ, തെറ്റുകൾ ചെയ്താൽ കഠിനമായ ശിക്ഷയാണ് ആ പട്ടണത്തിലുള്ള നിവാസികൾ ആ വ്യക്തിക്ക് വെച്ചിരിക്കുന്നത്. ഒരിക്കൽ ഒരു വീടിനകത്ത് മോഷണം നടത്തിയ ഒരു ചെറുപ്പക്കാരനെ നാട്ടുകാർ കൈയോട് പിടികൂടുകയും അവനെ ഒത്തിരി വഴക്ക് പറയുക മാത്രമല്ല, കഠിനമായ ശിക്ഷയ്ക്ക് വേണ്ടി അവനെ മാറ്റുകയാണ്. കഴുതപ്പുറത്ത് കയറ്റിയിരുത്തുകയും അവൻ്റെ തല മുണ്ടനം ചെയ്യുകയും അവൻ്റെ ശരീരത്തിൽ ചാണകവെള്ളം കോരി ഒഴിച്ചിട്ട് അവനെ പരിഹസിച്ചിട്ട് ആ വഴിയാത്രയിൽ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ആ വഴിയാത്രകളിൽ അവൻ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റാണ്, എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ ഞാൻ ചെയ്തു പോയതാണ്, എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് കരയാൻ നിലവിളിക്കാൻ തുടങ്ങി. ആ ജനത്തോട് പറയുന്ന കാര്യമുണ്ട്, അവൻ്റെ തെറ്റ് മനസ്സിലാക്കി അവനെ വെറുതെ വിടുക എന്ന് പറയുമ്പോൾ ആ ജനം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് നാട്ടുനടപ്പാണ്, ഇതിന് ഒരിക്കലും കീഴ്വഴക്കമാണ്, ഇതൊരിക്കലും മാറ്റുവാൻ കഴിയത്തില്ല, ഇവനെ ശിക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവനെ ശിക്ഷയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വേദപുസ്തകത്തിനകത്ത് ജോസഫ് എന്ന് പറയുന്ന സഹോദരനെ സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് അവനെ പൊട്ടക്കിണറിലിടുകയും അവനെ ഉപദ്രവിക്കുകയും അവനെ കൊന്നുകളയാൻ രീതിയിൽ ചിന്തിക്കുകയും ചെയ്തു. എന്നാൽ വരും ദിവസങ്ങളിൽ ജോസഫ് തൻ്റെ സഹോദരന്മാരുടെ ദാരിദ്ര്യവും ഞെരുക്കവും വിഷമം കണ്ട് അവനെ അധികമായി ധാന്യം കൊടുക്കുകയും അവരെ സൽക്കരിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നവനായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ദിവസങ്ങളിൽ കൂടുതലായി ക്ഷമിക്കുക. ദൈവം നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കുകയും ചെയ്യും. ഗോഡ് ബ്ലെസ് യു. മുന്നോട്ട് തന്നെ പോകുക.